അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിനോടുള്ള ഭക്തിയുടെയും അള്ളാഹുവിന്റെ പ്രീതിയുടെയും അടിസ്ഥാനത്തിലല്ലാതെ ഭൗതിക താല്പര്യങ്ങളെ മാത്രം കാക്ഷിച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെടുന്നതൊക്കെയും ദുർബലമായ അടിത്തറയിൽ നിർമ്മിക്കപ്പെടുന്ന സൗധം പോലെ തകർന്നടിയുമെന്നും ഒടുവിൽ അതിൻ്റെ ആളുകൾ നരകത്തിൽ എത്തിച്ചേരുമെന്നുമാണ് കഴിഞ്ഞ ആയത്തിൽ മസ്ജിദ് ളിറാർ നിർമ്മിച്ച കപടവിശ്വാസികളെ ആക്ഷേപിച്ചുകൊണ്ട് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. ഇനി മസ്ജിദ് ളിറാർ ഉണ്ടാക്കിയ കപടവിശ്വാസികൾ ഉദ്ദേശിച്ചതൊന്നും അതുകൊണ്ട് നടന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ മാനസിക ക്ലേശം അവർ മരിച്ചു പോകുന്നതുവരെ മനോവ്യഥയായി ഉത്കണ്ഠയായി എന്നെന്നും ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് തുടർന്നുള്ള 111 ആയത്തിൽ പറയുന്നത്. ലാ യസാലു ബുന്യാനുഹുമുല്ലദീ ബനൗ റീബതൻ ഫീ ഖുലൂബിഹിം ഇല്ലാ അൻ തഖത്തഅ ഖുലൂബുഹും വല്ലാഹു അലീമുൻ ഹകീം. അവരുടെ കെട്ടിടം അവരുടെ ഹൃദയങ്ങളിൽ ആശങ്കകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവരുടെ മനസ്സുകൾ ശിഥിലമാവുക എന്നല്ലാതെ അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. സത്യവിശ്വാസികൾക്ക് തങ്ങളുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുവാനും പ്രതിസന്ധികളെ ധൈര്യസമേതം അഭിമുഖീകരിക്കാനും ശക്തി പകരുന്ന ഒരാശയം ഈ ആയത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കൾ ദൈവധിക്കാരത്തിന്റെ വഴിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയാലും അതിൻ്റെ പേരിൽ അവരുടെ മനസ്സ് അവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും. തങ്ങളുടെ പ്രവർത്തനങ്ങളിലും അതുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളിലുമൊന്നും അവർക്ക് യഥാർത്ഥത്തിൽ ഉറച്ച വിശ്വാസമില്ല. തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണോ, പിഴക്കുമോ, തകരുമോ, തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഫലം കാണുമോ, അതല്ല അതൊക്കെ നിഷ്ഫലമായി പോകുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ എപ്പോഴും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. മരണം വരെ ഈ ആശങ്കകളിൽ നിന്ന് അവർക്ക് മോചനമുണ്ടാവുകയില്ല. എന്നാൽ ശക്തമായ അടിത്തറയിൽ, അതായത് അള്ളാഹുവിനോടുള്ള ഭക്തിയുടെയും അവൻ്റെ പ്രീതിയുടെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത്തരം ആശങ്കകൾ ഒന്നും ഉണ്ടാവില്ല. അവർ ചെയ്യുന്നത് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട കാര്യം ചെയ്താൽ അവരുടെ ഉത്തരവാദിത്വം പൂർത്തിയായി. അത് വിജയിക്കുമോ തകരുമോ എന്ന ആശങ്കയൊന്നും അവർക്കുണ്ടാവില്ല. കാരണം അതൊക്കെ അള്ളാഹു നോക്കിക്കൊള്ളും എന്നതാണ് അവരുടെ വിശ്വാസം. ഇനി വാക്കർത്ഥം നോക്കാം. ലാ യസാലു ആയിക്കൊണ്ടിരിക്കും, ഉണ്ടായിക്കൊണ്ടിരിക്കും, ബുനിയാനുഹും അവരുടെ കെട്ടിടം, അവരുടെ നിർമ്മിതി, അല്ലദീ ബനൗ അവർ നിർമ്മിച്ച, അവർ ഉണ്ടാക്കിയ അവരുടെ നിർമ്മിതി എന്ന് പറയുന്നത് കൊണ്ട് കപടവിശ്വാസികൾ നിർമ്മിച്ച മസ്ജിദുൽ ളിറാർ ആണ് പ്രത്യേകമായി ഉദ്ദേശിക്കുന്നതെങ്കിലും ദൈവധിക്കാരത്തിന്റെ വഴിയിൽ നിർമ്മിക്കപ്പെടുന്ന എല്ലാം പൊതുവായി ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. റീബത്തൻ അതൊരു ഉത്കണ്ഠയായി, അവർ നിർമ്മിച്ച അവരുടെ കെട്ടിടം ഒരു ഉത്കണ്ഠയായി അവർക്ക് എന്നെന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. റീബത്തൻ എന്ന് പറഞ്ഞാൽ സംശയം, സന്ദേഹം, ആശങ്ക എന്നൊക്കെയാണ്. ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ മനസ്സുകൾ എന്നും അതിൻ്റെ പേരിൽ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും. ഇല്ലാ അൻ തഖത്തഅ ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ ശിഥിലമാവുക എന്നല്ലാതെ. തഖത്തഅ എന്നാൽ മുറിഞ്ഞു ഛിന്നഭിന്നമായി പോയി എന്നാണ്. ഹൃദയങ്ങൾ മുറിഞ്ഞ് ഛിന്നഭിന്നമായി പോകുന്നതുവരെ അവരുടെ മനസ്സുകളിൽ ഈ സന്ദേഹം ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ മരിക്കുന്നതുവരെ അവർക്ക് ഈ ആശങ്ക ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ്. എന്നാൽ അവരുടെ ഹൃദയങ്ങൾ ഛിന്നഭിന്നമായാലല്ലാതെ എന്നതിന് മറ്റൊരു വ്യാഖ്യാനവുമുണ്ട്. അതായത് ദ്രോഹപ്പള്ളി നിർമ്മിച്ച കപടവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ കാപട്യം ഊട്ടി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതെത്രമാത്രമാണെന്ന് വെച്ചാൽ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ആ കാപട്യത്തെ മുറിച്ചെടുക്കാതെ, പിച്ചി ചീന്താതെ അവരിൽ നിന്ന് അത് പറിച്ചു മാറ്റാൻ കഴിയില്ല എന്നർത്ഥം. അത്രമാത്രം കാപട്യം അവരിൽ വേരൂന്നിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ മസ്ജിദ് ളിറാർ നിർമ്മാണം എന്നാണ് ഈ വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന വ്യാഖ്യാനവുമുണ്ട്. വല്ലാഹു അലീമുൻ ഹക്കീം. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. ഇനി അള്ളാഹുവും സത്യവിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തെ ഒരു കച്ചവടക്കാരനും അയാളുടെ ഉപഭോക്താക്കളും തമ്മിലുള്ള
ഇടപാട് പോലെയാണെന്ന് ഉപമിച്ചുകൊണ്ട് സത്യവിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ വാങ്ങി പകരം സ്വർഗം പകരമായി നൽകുന്നു അള്ളാഹു എന്ന് പറയുന്ന ആയത്താണ് തുടർന്ന് പഠിക്കാനുള്ളത്. ഇൻഷാ അള്ളാഹ് അത് നാളെ പഠിക്കാം. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ അവസാനത്തെ നോമ്പായിരിക്കും, അല്ലെങ്കിൽ നാളെ കൂടി നോമ്പുണ്ടാവും. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു തആല ഈ പുണ്യമാസത്തിൽ നാം നിർവഹിച്ച നോമ്പ്, നമസ്കാരം, സദക്കകൾ തുടങ്ങി എല്ലാ പുണ്യകർമ്മങ്ങളും സാലിഹായ അമലായി സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.